നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ ഹർജി ഇന്ന് കോടതി തള്ളി. ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി തള്ളിയത്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ പ്രതിപക്ഷം നടത്തിയ ഗൂഢാലോചന വ്യക്തമായെന്ന് കോടതി വിധിയെ സ്വാഗതം ചെയ്ത് CPIM പ്രതികരിച്ചു. ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്ക് ആദ്യം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് CMRL പണം നൽകിയത് കരിമണൽ ഖനനാനുമതിയുടെ പ്രത്യുപകാരമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ഹർജി. കേസിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. തെളിവായി 5 രേഖകളും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ രേഖകൾ മതിയായ തെളിവല്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി മാത്യുവിന്റെ ഹർജി തള്ളിയത്. കോടതി നിരീക്ഷണങ്ങൾ ഇങ്ങനെ: CMRL പണം നൽകിയ മറ്റാരുടെയും പേരിൽ ഹർജിക്കാരൻ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെടുന്നുവെന്നും കോടതി ചോദ്യമുന്നയിച്ചു. മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണുള്ളത്. E-way ബില്ല് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും KREML-ന് മിച്ചഭൂമി ഇളവ് കൊടുത്തിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഹാജരാക്കിയ തെളിവുകളിലെ ന്യൂനതകൾ പരിശോധിക്കുമെന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. നിയമ പോരാട്ടത്തിലൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഞാനത് പഠിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ഡ്യൂ കോഴ്സാണ്. കെട്ടിച്ചമച്ച കേസാണെന്ന് വ്യക്തമായെന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പ്രതികരിച്ചു. ലിതിയാർ ആദ്യം തന്നെ പറഞ്ഞതാണ് ഉള്ളി ഒളിച്ചതുപോലെയായിരിക്കും. ഇത് ലാബിനും പോലെ എല്ലാ ദിവസവും ഒരു കോടതി കൊടുക്കുക, ആ കോടതി കളിയാ വേറൊരു കോടതി കൊടുക്കുക, എന്നിട്ട് കോടതിയെ മോക്കറിയാക്കുക. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മാത്യു കുഴൽനാടനെ CPIM രൂക്ഷമായി വിമർശിച്ചു. കമ്പനികൾ നിയമപരമായി നടത്തിയ ഇടപാടിൽ മുഖ്യമന്ത്രിയെ വലിച്ചിഴച്ച് അപകീർത്തിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ശല്യക്കാരനായ വ്യവഹാരിയായി മാത്യു കുഴൽനാടൻ മാറി. യാഥാർത്ഥ്യം തെളിഞ്ഞ സാഹചര്യത്തിൽ ആരോപണം ഉന്നയിച്ചവർ മാപ്പ് പറയണമെന്നും CPIM പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും മകളെയും പ്രതിരോധത്തിൽ നിർത്തുന്ന പ്രതിപക്ഷത്തിന്റെ ശ്രമത്തിന് തിരിച്ചടിയാണ് ഈ കോടതി വിധി. മേൽക്കോടതികളെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടാനാകും കോൺഗ്രസിന്റെ ശ്രമം. അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് വിജിലൻസ് കോടതി വിധിയെന്ന് V മുരളീധരൻ പറഞ്ഞു. മാസങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന വിവാദത്തിൽ തൽക്കാലം മുഖ്യമന്ത്രിക്ക് ആശ്വസിക്കാം. കോടതി മേൽനോട്ടത്തിൽ വിജിലൻസ് അന്വേഷണമെന്ന ആവശ്യം തള്ളിയത് കോൺഗ്രസിന് പക്ഷേ കടുത്ത ക്ഷീണമായി. തെരഞ്ഞെടുപ്പിലടക്കം UDF ഇടതു സ്ഥാനാർത്ഥികളെ നേരിട്ടത് മാസപ്പടി വിവാദമുയർത്തിയാണ്. രാഹുൽ പിണറായി ഏറ്റുമുട്ടലിലേക്ക് വരെ കാര്യങ്ങളെത്തിച്ചതും മുഖ്യമന്ത്രിക്കെതിരെയുള്ള മാസപ്പടി പരാമർശമാണ്. EDയെ ഇറക്കി കേന്ദ്രം കുരുക്കുമുറുക്കുന്നതിനിടെയാണ് മാത്യു കുഴൽനാടൻ സമാന്തരമായി വിജിലൻസ് അന്വേഷണം കൂടി നടത്താൻ മുന്നിട്ടിറങ്ങിയത്. പക്ഷേ വേണ്ട തെളിവുകളില്ലെന്ന് പറഞ്ഞ് കോടതി തള്ളിയത് തിരിച്ചടിയായി. മാസപ്പടി കേസ് കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു ഇടതുമുന്നണി നേതാക്കൾ ഇതുവരെ പറഞ്ഞത്. കോടതി വിധി കൂടി അനുകൂലമായതോടെ കോൺഗ്രസിനെ നേരിടുക ഈ വടി ഉപയോഗിച്ചായിരിക്കും. ഈ മാത്യു കുഴൽനാടൻ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സ്വയം വിമർശനം നടത്തണം. കമ്പനിക്ക് കേസുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് മുഖ്യമന്ത്രിക്കോ വീണക്കോ എതിരായിട്ട് വന്നിട്ടുണ്ടോ? ED അന്വേഷണമാണ് കോൺഗ്രസിന് ഇനിയുള്ള പിടിവള്ളി. EDയുടെ തുടർ നീക്കമുയർത്തി മുഖ്യമന്ത്രിയെ വീണ്ടും സമ്മർദ്ദത്തിലാക്കാനായിരിക്കും UDFന്റെ ആലോചന. മതിയായ രേഖകളില്ലാതെ കോടതിയിൽ പോയത് മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റാണെന്ന് BJP നേതാവ് V മുരളീധരൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടും ഈ കേസ് മുഖ്യമന്ത്രിക്ക് ദോഷകരമായിട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണോ എന്ന് അവരാണ് പറയുന്നത്. 24 തിരുവനന്തപുരം. മേയർക്കെതിരെ കേസെടുക്കണമെന്ന് കോടതി. മേയർ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ് MLA എന്നിവർക്കെതിരെ KSRTC ഡ്രൈവർ LH യദുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സലീം മാലിക് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നല്ലോ, കന്റോൺമെന്റ് പോലീസാണോ കേസെടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സലീം.
ഉന്മേഷ്, ഈ വിഷയത്തിൽ മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ ഈ ആദ്യഘട്ടത്തിൽ മേയർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അതിനെ തുടർന്നായിരുന്നു ഡ്രൈവർ യദു കോടതിയെ സമീപിച്ചത്. കോടതിയിൽ നിന്നാണ് മേയർക്കെതിരെ കേസെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഈ യദുവിന്റെ അഭിഭാഷകന്റെ ഹർജിയിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും മേയർക്കെതിരെ മറ്റൊരു കേസ് കൂടി വരുന്നത്. കോടതി നിർദ്ദേശപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് ഇത്തവണ കേസെടുത്തിരിക്കുന്നത്. കന്റോൺമെന്റ് പോലീസാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ മേയർക്കെതിരെ കേസെടുക്കാതെ യദുവിനെതിരെ മാത്രം കേസെടുത്തതിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ നേരിട്ട് കോടതിയിലേക്ക് കേസിന് പോകും, ഇതുമായി ബന്ധപ്പെട്ട് ഹർജി സമർപ്പിക്കുമെന്ന് യദു പറഞ്ഞത്. പക്ഷേ പിന്നീട് പോലീസ് തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ പരാതി നൽകി പോലീസ് തന്നെ കേസെടുക്കുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു യദു ഉണ്ടായിരുന്നത്. അതിനുശേഷം അത് ഉണ്ടാവാത്തതിനെ തുടർന്നാണ് പിന്നീട് യദുവും യദുവിന്റെ അഭിഭാഷകനും കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. അതിന് തൊട്ടു പിന്നാലെ അതിൽ ഇടപെടലുണ്ടായിരിക്കുന്നു. പോലീസിന് കേസെടുക്കാൻ നിർബന്ധിതമായിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. എന്തായാലും ഇതിനോടകം ഈ വിഷയത്തിൽ ഇതോടുകൂടി 2 കേസുകൾ എന്ന നിലയിലേക്ക് മേയർക്കെതിരെ വന്നു. അതിലൊന്നൊരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസും മറ്റൊന്ന് ജാമ്യം ലഭിക്കുന്ന വകുപ്പുള്ള കേസുമാണ് ഇപ്പോൾ നിലവിൽ മേയർക്കെതിരെ ഉള്ളത്. സ്വാഭാവികമായും ഈ കേസിൽ ഈ മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് മേയർ ഇനി ശ്രമിക്കും. അതിനു മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റോ മറ്റ് നടപടികളോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമത്തിലാവും മേയർ ഉൾപ്പെടെയുള്ളവർ ഇനി ഉണ്ടാവുക. ശരി, സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക് കൂടി. അതിരപ്പള്ളി വാച്ചുമരം ആദിവാസി കോളനിയിലെ വയോധികയെ വനത്തിനുള്ളിൽ കാണാതായി. വിറക് ശേഖരിക്കുന്നതിനിടെ മറന്നുവെച്ച കോടാലി എടുക്കാൻ വനത്തിലേക്ക് തിരികെ പോയതാണ് 70 വയസ്സുള്ള അമ്മിണി. സൂരജ് സജ്ജിയുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണോ സൂരജ്? ഉന്മേഷ്, ഈ പ്രദേശവാസികളുടെ സഹായത്തോടു കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ ഉൾവനത്തിൽ തിരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ രാത്രി ഏറെ വൈകിയും ഒരു തിരച്ചിലിലേക്ക് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ വനത്തിനുള്ളിൽ തന്നെ തിരച്ചിൽ നടത്തുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഈ 70 വയസ്സിലധികം പ്രായമുള്ള അമ്മിണിയെ കാണാതാകുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി വിറക് ശേഖരിക്കുന്ന ഉൾവനത്തിൽ പോയി വിറക് ശേഖരിച്ച് മടങ്ങി വന്നപ്പോഴാണ് ഈ കോടാലി എടുത്തില്ല എന്നുള്ള കാര്യം ഓർക്കുന്നത്. പിന്നീട് വനത്തിലേക്ക് മടങ്ങുകയായിരുന്നു. പക്ഷേ ഇവരെ 6 മണിയായിട്ടും കാണാതായതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിവരം അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് ഈ വനത്തിനകത്ത് തിരച്ചിൽ നടത്തുന്നത്. കാളക്കുഴി എന്ന് പറയുന്ന വനത്തിനകത്തുള്ള ഒരു പ്രദേശത്ത് വെച്ച് ഇവരെ കണ്ടതായി ഒരു പ്രദേശവാസി വനംവകുപ്പിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖല കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ വയോധികയെ സംബന്ധിച്ച് ചെറിയ കാഴ്ചക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപകടം എന്തെങ്കിലും സംഭവിച്ചിരിക്കാം എന്നൊരു കരുതലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെയുള്ള. എന്തായാലും വ്യാപകമായ തിരച്ചിൽ മേഖലയിൽ നടത്തുന്നു. ഉന്മേഷ്. ശരി, സൂരജ് സജ്ജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും. മൂവാറ്റുപുഴയിൽ 65 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. 3 പവന്റെ മാലയ്ക്ക് വേണ്ടിയാണ് മൂവാറ്റുപുഴ സ്വദേശി ജോജോ മാതാവ് കൗസല്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. എസ് ശ്യാംകുമാർ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാംകുമാർ, നാടിനെ നടുക്കിയൊരു കൊലപാതകം, എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത് പോലീസ്? ഇന്നലെ രാത്രിയാണ് ഈ 65 വയസ്സുകാരി വീട്ടിനുള്ളിൽ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. ഈ കേസിൽ നാട്ടുകാർ മരണം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിലെ ഡോക്ടറെ വീട്ടിലെത്തിച്ചിരുന്നു. ഈ ഡോക്ടർക്കുണ്ടായ ചില സംശയങ്ങൾ പോലീസുമായി പങ്കുവച്ചതിനെ തുടർന്ന് പോലീസ് ഇന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിലാണ് കഴുത്ത് ഞെരിച്ചാണ് മരണം നടന്നിരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇതോടെ ഇവരുടെ 2 മക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഇതിൽ ജോജോ എന്ന് പറയുന്ന മകനാണ് പിന്നീട് കുറ്റം സമ്മതിച്ചത്. അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന 3 പവൻ മാല മോഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊലപാതകം നടത്തിയതെന്ന് ഇയാൾ പോലീസിന് സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് ഈ മാല വീട്ടിലെ കുളിമുറിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെളിവെടുപ്പിന് ഉൾപ്പെടെ കൊണ്ടുവന്നപ്പോൾ വലിയ പ്രതിഷേധമാണ് ഇയാൾക്ക് നേരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്നത്. നാട്ടുകാർക്കും ചിലർക്കും ഈ മരണത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. അവരും ഇത് പോലീസിനോട് പറഞ്ഞിരുന്നു. ഏതായാലും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. സ്വന്തം അമ്മയെ മകൻ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാലയ്ക്ക് വേണ്ടി കൊലപ്പെടുത്തി എന്നുള്ള സംഭവവും അതിൽ അറസ്റ്റിലൂടെയും പുറത്തു വരുന്നത്. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാളെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കത്തെഴുതി രാഹുൽ ഗാന്ധി. ഇത് സാധാരണ തെരഞ്ഞെടുപ്പല്ല, ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്ന് രാഹുൽ ഗാന്ധി കത്തിൽ പറയുന്നു. വീടുകൾ തോറും BJPക്ക് എതിരായ പ്രചാരണം ശക്തമാക്കാനാണ് രാഹുലിന്റെ ആഹ്വാനം. നിതിൻ അംബുജൻ, ഡൽഹിയിൽ നിന്ന്. നിതിൻ, എന്തൊക്കെ കാര്യങ്ങൾ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു രാഹുൽ ഗാന്ധി? ഉന്മേഷ്, BJPയുടെ രാഷ്ട്രീയത്തിനെതിരെ വീടുകൾ കയറിയുള്ള പ്രചരണം ശക്തമാക്കണം എന്നാണ് ഈ രാഹുൽ ഗാന്ധി പ്രവർത്തകർക്ക് കത്തിൽ ആവശ്യപ്പെടുന്നത്. അടുത്ത ഒരു മാസം കഠിനാധ്വാനത്തിന്റേതാണ്. ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പായി ഇതിനെ കണക്കാക്കാൻ കഴിയില്ല. ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് കത്തിൽ വ്യക്തമാക്കുന്നത്. ഒന്നിച്ച് പോരാടിയാൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് രാഹുൽ ഗാന്ധി പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുന്നു. എന്തായാലും നാളെയാണ് രാജ്യം മൂന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് പോകുന്നത്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്ക് മധ്യപ്രദേശ്, ഗുജറാത്ത്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളെല്ലാം തന്നെ നാളെ വോട്ടെടുപ്പിലേക്ക് പോകുന്നു. ഉത്തർപ്രദേശിലെ 4-8 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. എന്തായാലും പ്രധാനപ്പെട്ട അമേഠി, റായ്ബറേലി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ 5ാം ഘട്ടത്തിലും അതോടൊപ്പം തന്നെ. ശരി നിതിൻ, ഏതായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ കത്തയച്ചിരിക്കുകയാണ് പ്രവർത്തകർക്ക്. തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത രാജ്യം. 93 മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ് നടക്കും. രാജ്യത്ത് സ്ഥിരതയില്ലാത്ത സർക്കാരിനായി വാദിക്കുന്നവരുടെ മുന്നണിയെയാണ് BJP നേരിടുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചു. ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമം തെരഞ്ഞെടുപ്പിൽ ഫലവത്താകില്ലെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നരേന്ദ്രമോദി ഉൾപ്പെടെ 40 താരപ്രചാരകരുടെ പട്ടിക BJP പുറത്തുവിട്ടു. उड़ीसा में डबल इंजन की सरकार बनने के बाद यहां बहुत तेजी से विकास होगा और ये मोदी की गारंटी है. ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സംസ്ഥാനത്തെ നവീൻ പട്നായിക് സർക്കാർ അടുത്ത മാസം 4-ന് കാലഹരണപ്പെടുമെന്ന് പ്രധാനമന്ത്രി പരിഹസിച്ചു. തെരഞ്ഞെടുപ്പിൽ തോൽവി മുൻകൂട്ടി ബോധ്യപ്പെട്ടതിനാൽ വിദ്വേഷം പ്രചരിപ്പിക്കാൻ BJP ശ്രമിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. और उनका पूरा का पूरा राज हो और आपके जो अधिकार हैं वो आपसे छीने जाए, ये उनका लक्ष्य है और हम उनको रोकने की कोशिश कर रहे हैं. അമേഠി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസ് നീക്കങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി ചുക്കാൻ പിടിക്കും. അമേഠിയിൽ 12 ദിവസത്തെ പ്രചരണമാകും പ്രിയങ്ക ഗാന്ധി നയിക്കുക. റായ്ബറേലിയിൽ ഭൂപേഷ് ബാഗലിനും അമേഠിയിൽ അശോക് ഗെഹ്ലോട്ടിനും തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ ചുമതല കോൺഗ്രസ് നൽകി. നാളെ നടക്കുന്ന മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികളുടെ ആത്മവിശ്വാസത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മൂന്നാം ഘട്ടം അതുകൊണ്ട് തന്നെ നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. 24 ഡൽഹി. പ്രജ്വൽ രേവണ്ണിയുമായി ബന്ധപ്പെട്ട കേസിൽ HD ദേവഗൌഡ, HD കുമാരസ്വാമി എന്നിവരുടെ പേര് മാധ്യമങ്ങൾ പരാമർശിക്കരുത് എന്ന് കോടതി ഉത്തരവ്. HD ദേവഗൌഡയുടെ ഹർജിയിൽ 86 മാധ്യമ സ്ഥാപനങ്ങൾക്കാണ് ബംഗളൂരു സെഷൻസ് കോടതിയുടെ നിർദ്ദേശം. വിദേശത്ത് ഒളിവിൽ കഴിയുന്ന പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതായി കർണാടക ആഭ്യന്തരമന്ത്രി G പരമേശ്വര അറിയിച്ചു. JDS നേതാവ് HD ദേവഗൌഡയുടെ കൊച്ചുമകനാണ് പ്രജ്വൽ രേവണ്ണ. പ്രജ്വൽ രേവണ്ണ പ്രതിയായ ലൈംഗികാതിക്രമ കേസിൽ തന്റെ പേര് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെയാണ് ദേവഗൌഡ രാജ്യത്താകെയുള്ള 86 മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചത്. HD ദേവഗൌഡ, പ്രജ്വലിന്റെ പിതൃസഹോദരൻ HD കുമാരസ്വാമി എന്നിവർക്കെതിരായ പരാമർശങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കൃത്യമായ തെളിവുകൾ ഉണ്ടാകണമെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. ഇതോടെ പ്രജ്വൽ രേവണ്ണ കേസുമായി ബന്ധപ്പെട്ട് ദേവഗൌഡ, കുമാരസ്വാമി എന്നിവരുടെ പേരുകൾ റിപ്പോർട്ടിൽ പരാമർശിക്കാൻ മാധ്യമങ്ങൾക്കാവില്ല. അതിനിടെ വിദേശത്ത് ഒളിവിൽ കഴിയുന്ന പ്രജ്വൽ രേവണ്ണയെ പിടികൂടാൻ കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ്. Blue corner notice has already been issued. We will see, they will locate him wherever he is, and after that they procedurally whatever required or necessary, SIT will do it to bring him here. പ്രജ്വൽ രേവണ്ണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയവരുടെ മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഭയം കാരണം പുറത്തു പറയാത്തവരാണ് കൂടുതലും. അവരെ കണ്ടെത്തി നിയമസഹായം നൽകാനാണ് ഹെൽപ്പ് ലൈൻ സംവിധാനം ഒരുക്കിയത്. അതിക്രമം നേരിട്ടവർ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. 24 ബംഗളൂരു. പുതിയ പാർട്ടിയാകാൻ സംസ്ഥാനത്തെ ജനതാദൾ നേതൃത്വം. കർണാടകയിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെയാണ് നീക്കം. സംസ്ഥാന പാർട്ടി രൂപീകരിച്ചേക്കും. ഇടതുമുന്നണിയിലെ ചെറുപാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണമെന്ന നിർദ്ദേശവും ചർച്ചയാകും. JDS ദേശീയ നേതൃത്വം NDAയുടെ ഭാഗമായപ്പോഴും സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ കൂടെ നിൽക്കാനാണ് JDS കേരള ഘടകം തീരുമാനിച്ചത്.
ഇത് പ്രതിപക്ഷം വലിയ വിവാദമാക്കി ഉയർത്തിയപ്പോഴും CPM പൂർണ്ണ പിന്തുണ JDS കേരള ഘടകത്തിന് നൽകി. CK നാണു അടക്കമുള്ളവർ കേരള ഘടകത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് പരസ്യമായി രംഗത്ത് വന്നപ്പോൾ പ്രതിസന്ധി വീണ്ടും രൂക്ഷമായി. അപ്പോഴും എന്ത് തീരുമാനമെടുക്കുമെന്ന ആശയക്കുഴപ്പം മാത്യു ടി തോമസിനും K കൃഷ്ണൻകുട്ടിക്കും ഉണ്ടായിരുന്നു. എന്നാൽ കർണാടകയിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട പീഡന വിവാദം ഉയർന്നു വന്നതോടെ പുതിയ നീക്കത്തിലേക്ക് കടക്കുകയാണ് JDS കേരള ഘടകം. പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് ആലോചന. JDS NCP നേതൃത്വങ്ങൾ പ്രാഥമിക ചർച്ച തുടങ്ങി. ഇടതുമുന്നണിയിലെ ചെറുപാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണമെന്ന നിർദ്ദേശം ചർച്ചയാകും. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മറ്റന്നാൾ സംസ്ഥാന നേതൃയോഗം ചേരും. 24 തിരുവനന്തപുരം. കേരളത്തിന്റെ ഗ്രാന്റ് വെട്ടിക്കുറച്ചത് പുനഃപരിശോധിക്കാമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉറപ്പു നൽകിയതായി ഡൽഹിയിലെ സംസ്ഥാന സർക്കാർ പ്രതിനിധി KV തോമസ്. വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് പെരുമാറ്റച്ചട്ടം തടസ്സമല്ലെന്നും KV തോമസ് പറഞ്ഞു. അത് പരിഹരിക്കുന്നതിനാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് യൂഷ്വലായിട്ട് പോകുന്നൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ പോവുകയും ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്മർദ്ദങ്ങളും കേരളത്തിന് വേണ്ടി ന്യായമായി കിട്ടുന്ന, നമ്മൾ ഔട്ട് ഓഫ് ദ വേ അല്ല ഒന്നും ചോദിച്ചിരിക്കുന്നത്, എല്ലാം ന്യായമായി കിട്ടേണ്ട കാര്യങ്ങളാണ്. അത് നമുക്ക് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, സഹായിച്ചിട്ടുമുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയില്ല. പക്ഷേ നമ്മൾ വികസന കാര്യത്തിൽ ഇന്ന് ഇന്ത്യക്ക് മാതൃകയാണ് കേരളം. അത് അവരെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സാഹചര്യത്തിൽ നൽകേണ്ട സഹായങ്ങളെല്ലാം നൽകണം. KPCC അധ്യക്ഷ സ്ഥാനം തിരികെ ലഭിക്കാത്തതിൽ അതൃപ്തനാണെന്ന വാർത്തകൾ തള്ളി K സുധാകരൻ. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായതോടെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം നേതൃത്വം കൂട്ടായി എടുത്തതാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ അധ്യക്ഷ സ്ഥാനം തിരികെ വേണമെന്ന് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ചുള്ള പ്രചാരണം പാർട്ടിയുടെ ശത്രുക്കൾ കെട്ടിച്ചമച്ചതാണെന്നും K സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. കൊടുംചൂടിന് ആശ്വാസമായി മഴ വരുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, വയനാട് ജില്ലകളിൽ വ്യാഴാഴ്ചയും ഇടുക്കിയിൽ വെള്ളിയാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ ബുധനാഴ്ച വരെ താപനില ഉയർന്നു നിൽക്കും. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ചൂട് കണക്കിലെടുത്താണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ 2 ദിവസം കൂടി തുടരും. കടുത്ത ചൂടിന് ആശ്വാസമായി വേനൽമഴ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ബുധനാഴ്ചയോടെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും. കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്ന മലപ്പുറത്തും വയനാട്ടിലും വ്യാഴാഴ്ച യെല്ലോ അലർട്ടാണ്. വെള്ളിയാഴ്ച ഇടുക്കിയിലും യെല്ലോ അലർട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അതേസമയം അടുത്ത 2 ദിവസം കൂടി ഉയർന്ന താപനില തുടരും. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് തുടരും. പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ ഈ മാസം 8 വരെ നീട്ടി. പ്രൊഫഷണൽ കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂട്ടോറിയൽസ്, അഡീഷണൽ ക്ലാസുകൾ, സമ്മർ ക്ലാസുകൾ എന്നിവ അടച്ചിടണം. ആവശ്യമെങ്കിൽ ഓൺലൈനായി പ്രവർത്തിക്കാം. കായിക പരിപാടികൾ, പരേഡുകൾ എന്നിവ രാവിലെ 11 മണി മുതൽ 3 മണി വരെ അനുവദിക്കില്ല. തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില രേഖപ്പെടുത്താൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. കടലാക്രമണത്തിൽ ആലപ്പുഴ ജില്ലയിൽ വ്യാപക നാശനഷ്ടം. തൃക്കുന്നപ്പുഴയിൽ ജനവാസ മേഖലയിൽ വെള്ളം കയറി. കടൽഭിത്തി സ്ഥാപിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു. ആലപ്പുഴ വളഞ്ഞുവഴിയിൽ കടലാക്രമണത്തെ തുടർന്ന് നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച ടെട്രാപോഡുകൾ കടലെടുത്തു. റോഡിൽ മണൽ നിറഞ്ഞതോടെ തൃക്കുന്നപ്പുഴ വലിയഴീക്കൽ റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. കടൽഭിത്തി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. കടൽ കയറുമ്പോൾ മാത്രം നോക്കാൻ വരും. വന്നേച്ചും പറയും എല്ലാം ശരിയാക്കാം. പിന്നെ ആ കടൽ അങ്ങോട്ട് പതിഞ്ഞു കിടന്ന പിന്നെ ഒരു മനുഷ്യരെയും കാണത്തില്ല. ഞങ്ങൾ ഒരാളുകളും വരത്തില്ല. JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാർ തടഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം വേലിയേറ്റ സമയത്ത് കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായാൽ ജനജീവിതം ദുസ്സഹമാകും. കേരള തീരത്ത് നാളെ രാവിലെ 5:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. തെക്കൻ തമിഴ്നാട് തീരത്ത് നാളെ രാത്രി 11:30 വരെയാണ് ജാഗ്രതാ നിർദ്ദേശം. 24 തിരുവനന്തപുരം.
KSRTC ഡ്രൈവറുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ മേയർക്കും സച്ചിൻ ദേവ് MLA-ക്കുമെതിരായ FIR-ന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ച് കയറി ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു എന്നുള്ള പരാമർശം FIR-ലുണ്ട്. പ്രതികൾ തെളിവ് നശിപ്പിച്ചു എന്ന തരത്തിലാണ് FIR-ലെ പരാമർശം ഇപ്പോൾ വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു. 103.28 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത്. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിലും കുറവുണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന ചൂടിന് നേരിയ കുറവുണ്ടായതോടെ വൈദ്യുതി ഉപഭോഗത്തിലും കുറവ് രേഖപ്പെടുത്തി. ഇന്നലെ സംസ്ഥാനത്ത് ഉപയോഗിച്ചത് 103.28 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയുള്ള പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിലും കുറവ് രേഖപ്പെടുത്തി. 5482 മെഗാവാട്ടായിരുന്നു വൈദ്യുതി ആവശ്യകത. ശനിയാഴ്ച ഇത് 5754 മെഗാവാട്ടായിരുന്നു. പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം ഫലപ്രദമാകുന്നതാണോ ഇന്നലെ അവധി ദിവസമായിരുന്നതാണോ ഉപയോഗം കുറയാൻ കാരണമെന്ന് KSEB പരിശോധിക്കും. ഇതിനായി KSEB ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. രാത്രി 10 മണിക്ക് ശേഷമുള്ള വൈദ്യുതി ഉപയോഗത്തിൽ കുറവ് വന്നാൽ മാത്രമേ പ്രതിസന്ധിക്ക് അയവുണ്ടാകൂ എന്നാണ് KSEBയുടെ നിലപാട്. വൻകിട വ്യവസായ സ്ഥാപനങ്ങളിലെ രാത്രികാല ഷിഫ്റ്റ് ഒഴിവാക്കാൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉപയോഗം കുറഞ്ഞാൽ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ഉൽപ്പാദനം കുറയ്ക്കാനും KSEB ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് തിരികെ. നടി കനകലത അന്തരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലിം, ചലച്ചിത്ര മേഖലയിലെ ഇന്നത്തെ രണ്ടാമത്തെ വിയോഗം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കനകലത ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതമായ മുഖമാണ് കനകലത. കനകലതയുടെ വിയോഗ വാർത്തയാണ് ഇന്നിപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ സംവിധായകൻ ഹരികുമാറിന്റെ വിയോഗ വാർത്ത കൂടി നമ്മൾ പങ്കുവച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് മലയാള സിനിമാ മേഖലയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കിക്കൊണ്ട് കനകലത കൂടി ഇപ്പോൾ വിടവാങ്ങിയെന്ന വാർത്ത വരുന്നത്. ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ 350-ലേറെ സിനിമകളിൽ അഭിനയിച്ച കനകലത കഴിഞ്ഞ ഏറെ നാളുകളായി സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. കാരണം ഈ പാർക്കിൻസൺ രോഗത്തെ തുടർന്ന് സ്വന്തം പേര് പോലും മറന്നുപോകുന്ന വലിയ ഒരു ദുരന്തപൂർണമായ ജീവിതത്തിലേക്കായിരുന്നു അവർ ഏറ്റവും ഒടുവിൽ കടന്നുപോയത്. അതിനുശേഷം ആണ് ഇപ്പോൾ ആ രോഗത്തെക്കുറിച്ച് ആ രോഗത്തിൽ ചികിത്സയിലായിരിക്കെയാണ് ഇപ്പോൾ അവരുടെ വിയോഗ വാർത്ത കൂടി വരുന്നത്. ശ്രദ്ധേയമായ നിരവധി സിനിമകൾ കനകലതയുടേതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും 1990-കളിൽ സിനിമയിൽ കനകലത ഇല്ലാത്ത സിനിമകൾ തന്നെ വളരെ തുച്ഛമായിരുന്നു. ആ നിലയിൽ സജീവമായി മലയാള സിനിമയിൽ നിന്ന നടിയാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട മാനത്തെ കൊട്ടാരം, ശ്രീനാരായണ ഗുരു, അച്ഛന്റെ പൊന്നുമക്കൾ തുടങ്ങി അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, ചില്ല് തുടങ്ങി നിരവധി സിനിമകൾ, അതിൽ ഈ ചെറുതും വലുതുമായ സിനിമകളിൽ കനകലത വേഷമിട്ടിട്ടുണ്ട്. മാത്രമല്ല ഒരു തമാശ കഥാപാത്രങ്ങൾ, ഒരു സ്ത്രീ എന്ന നിലയിൽ ആ സമയത്ത് അക്കാലത്ത് തമാശ കൈകാര്യം ചെയ്യാൻ പറ്റിയ നടികൾ ഇല്ലാതിരുന്ന കാലത്താണ് കനകലത വളരെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ നമ്മളൊക്കെ ചിരിപ്പിച്ചത്. ഹാസ്യവേഷങ്ങളിലൊക്കെ വലിയ മികവ് പുലർത്തിയിരുന്ന നടിയാണ് കനകലത. അങ്ങനെ നിരവധി സിനിമകളുടെ ഭാഗമായെന്ന് മാത്രമല്ല, ഒരു കാലത്ത് കനകലതയുള്ള സിനിമകൾ ഒരു മിനിമം ഗ്യാരണ്ടി തമാശ ഒക്കെ ഉള്ള സിനിമകൾ എന്ന നിലയിലേക്കൊക്കെ മാറുകയും അത് ഒരു വിജയ ഫോർമുലയായൊക്കെ മാറുകയും ചെയ്ത കാലമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഏറെക്കാലമായി സിനിമാ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പാർക്കിൻസൺ എന്ന ഒരു അതിഗുരുതരമായ രോഗത്തെ തുടർന്ന് കനകലത ഏറെക്കാലം സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. മാത്രമല്ല അതിന് പിന്നാലെ തന്നെ ഈ സിനിമാ പ്രവർത്തകർ, ചലച്ചിത്ര മേഖലയിലെ തന്നെ നിരവധി പേർ ഈ വിശ്രമ ജീവിതത്തിലായിരിക്കുന്ന സമയത്തൊക്കെയും കനകലതയെ തിരുവനന്തപുരത്തെ വസതിയിലെത്തി സന്ദർശിക്കുകയൊക്കെ പതിവായിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി കനകലതയുടെ വിയോഗം സംഭവിക്കുന്നത്. 63 വയസ്സായിരുന്നു. 1960-ലാണ് ജനിച്ചത്. മാത്രമല്ല ഉപ്പുകണ്ടം പ്രദേശ് തുടങ്ങി വിവിധ സിനിമകൾ അവർ അഭിനയിച്ചിട്ടുണ്ട്. നാടകത്തിലൂടെയാണ് സിനിമാ മേഖലയിലേക്ക് എത്തിയത്. അതിനുശേഷം പ്രധാനപ്പെട്ട സിനിമകൾ കനകലതയുടേതായി കിരീടം, വർണ്ണപ്പകിട്ട്, കൗരവർ, ആദ്യത്തെ കൺമണി തുടങ്ങി, രാജാവിന്റെ മകൻ, ജാഗ്രത, അനിയത്തിപ്രാവ് തുടങ്ങിയ സിനിമകളിലൊക്കെ വേഷമിട്ടിരുന്നു. മാത്രമല്ല മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് അഭിനയിച്ച ഹരികൃഷ്ണൻസിലൊക്കെ ശ്രദ്ധേയ വേഷം ചെയ്യാൻ കനകലതയ്ക്ക് കഴിഞ്ഞു. മാത്രമല്ല ഹാസ്യവേഷങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള വേഷങ്ങളിലേക്കും വളരെ സ്വാഭാവികമായി തന്നെ അഭിനയിക്കാനൊക്കെ കഴിഞ്ഞ നടിയാണ് കനകലത. മാത്രമല്ല ഈ സിനിമാ അഭിനയത്തിനൊപ്പം തന്നെ നിരവധി സീരിയലുകളിലുമൊപ്പം ടെലിഫിലിമുകളിലുമൊക്കെ കനകലത തന്റെ സാന്നിധ്യം നടത്തുകയും ചെയ്തു. അങ്ങനെ ഒരു നിറഞ്ഞു നിന്ന ഒരു സിനിമയിലും TV-യിലുമായി നിറഞ്ഞു നിന്നൊരു കരിയർ ആയിരുന്നു കനകലതയുടേത്. ആ കനകലതയുടെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഉന്മേഷ്, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നടി കനകലത അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. കുറച്ചു നാളുകളായി ചലച്ചിത്ര ലോകത്ത്
സജീവമായിരുന്നില്ല. പാർക്കിൻസൺ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നാടകത്തിലൂടെ സിനിമയിൽ എത്തി. സിനിമയിൽ ഉള്ളപ്പോൾ തന്നെ ടെലിഫിലിമിലും സജീവമായിരുന്നു. സീരിയലുകളിലും സജീവ സാന്നിധ്യമായിരുന്നു. ഒരു നടി കൂടി അങ്ങനെ ഓർമ്മയാവുകയാണ്. കനകലത അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. സലിം മാലിക്ക് തുടരുന്നുണ്ട്. സലിം സൂചിപ്പിച്ച പോലെ തന്നെ നാടകത്തിലൂടെ തുടക്കം, പിന്നീട് സിനിമ, പക്ഷെ അപ്പോഴും സീരിയലുകളിലും ടെലിഫിലിമുകളിലും അടക്കം സജീവമായിരുന്നുവല്ലോ കനകലത. സലിം. ഉറപ്പായും ഉന്മേഷ്, കനകലതയുടെ ഒരു കരിയർ അത് തുടക്കകാലത്ത് നാടകമായിരുന്നു ആദ്യം കനകലതയുടെ പ്രവർത്തന മേഖല. ഏറെക്കാലം ആ നിലയിൽ ഈ നാടക പ്രവർത്തനത്തിലൂടെ വരികയും അതിനുശേഷം വളരെ പണിപ്പെട്ട് സിനിമയിലെത്തുകയും ചെയ്തതാണ്. അതിനു പിന്നാലെ ഈ സിനിമയിൽ സജീവമായതിനു ശേഷം ഏറെക്കാലം ആ സിനിമാ മേഖലയിൽ വലിയ വലിയ വേഷങ്ങൾ ചെയ്തു. അതിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ശ്രദ്ധേയമായ പല സിനിമകളിലെയും ശ്രദ്ധേയമായ വേഷം, ത്രൂ ഔട്ട് വേഷം എന്ന നിലയിലേക്ക് കനകലത ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിന് പിന്നാലെയാണ് പിന്നീട് ഈ 2000-ന്റെ തുടക്കത്തോടെ അല്പം അവസരം കുറഞ്ഞ ആ സമയത്ത് സീരിയലുകളും ഒപ്പം തന്നെ ടെലിഫിലിമുകളും ഒക്കെ ചെയ്തു. ആ സമയത്തും സിനിമകൾ കനകലതയെ തേടി എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു വലിയ സിനിമാ കാലയളവ്, ഒരു നീണ്ട കാലയളവ് ഈ കനകലതയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീടാണ് സമീപകാലത്ത് കനകലത മാലിക്കാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നടി കനകലത അന്തരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. മലയാള സിനിമാ മേഖലയിലെ നിറസാന്നിധ്യമായിരുന്നു. 350-ലധികം സിനിമകളിൽ കനകലത വേഷമിട്ടിട്ടുണ്ട്. ഹാസ്യ വേഷങ്ങളിലും അതോടൊപ്പം തന്നെ സ്വഭാവ വേഷങ്ങളിലും തിളങ്ങിയ നടിയാണ് ഓർമ്മയാകുന്നത്. പാർക്കിൻസൺ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വസതിയിലാണ് അന്ത്യം. തിരുവനന്തപുരത്ത് നിന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. നാടകത്തിലൂടെ സിനിമാ മേഖലയിലേക്ക് എത്തിയ നടിയാണ്. സിനിമയിൽ സജീവമാവുന്ന സമയത്ത് തന്നെ സീരിയലുകളിലും ടെലിഫിലിമുകളിലുമൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു കനകലത. ചലച്ചിത്ര മേഖലയിൽ ഇന്ന് രണ്ടാമത്തെ നഷ്ടം. നടി കനകലത ഓർമ്മയായിരിക്കുന്നു. വാർത്താമഴ പൂർത്തിയാവുകയാണ്. നമസ്കാരം.